കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയോടു കൂടിയാണ്. ആനയും അമ്പാരിയും നിശ്ചല ദൃശ്യങ്ങളും നിരക്കുന്ന വർണ്ണശഫലമായ കാഴ്ചയാണിത്. സ്വാതന്ത്ര്യത്തിനു മുൻപ് കൊച്ചി മഹാരാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നതിനാൽ തൃപ്പൂണിത്തുറയിലായിരുന്നു ഈ പരിപാടി നടത്തിയിരുന്നത്. ഈ ദിവസം കൊച്ചി മഹാരാജാവ് തൻ്റെ പരിവാരങ്ങളോടൊപ്പം പ്രജകളെ സന്ദർശിച്ചിരുന്നു. നാടൻ കലാരൂപങ്ങളുടെയും സംഗീതജ്ഞരുടെയും അലങ്കരിച്ച ആനകളുടെയും ഒരു പരേഡ് നടത്തി അത് വർണ്ണാഭമായ ഒരു പരിപാടിയാക്കി. ആയിരത്തി 1949 തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ച് ഹ്രസ്വകാല തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് അത്തച്ചമയം താൽക്കാലികമായി നിർത്തിവെച്ചു. 1961 ഓണം കേരളത്തിൻ്റെ ഒരു ബഹുജന ഉത്സവമായി മാറിയപ്പോൾ പരേഡ് അതിൻ്റെ എല്ലാ മഹത്വത്തെയും പുനരാരംഭിച്ചു. ഹിൽ പാലസിൽ നിന്നും ആരംഭിച്ചിരുന്ന ഘോഷയാത്ര ഇപ്പോൾ തൃപ്പൂണിത്തുറ ബോയ്സ് ഗ്രൗണ്ടിൽ നിന്നും തുടങ്ങി നഗരം ചുറ്റി അവിടെ തന്നെ അവസാനിക്കുന്നു. അത്തച്ചമയത്തെക്കുറിച്ച് നാടോടി കഥകൾ ധാരാളമുണ്ട്. അവയിലൊന്ന് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. അവസാനത്തെ ചേരമാൻ പെരുമാളിന് ശേഷം 56 രാജാക്കന്മാരുടെ സംയുക്ത പരിശ്രമത്തിലൂടെയാണ് തൃക്കാക്കര ഉത്സവം നടത്തിയതെന്ന് പറയപ്പെടുന്നു. എന്നാൽ അത്തനാളിലെ ഉത്സവം കൊച്ചി രാജാവും സാമൂതിരിമാരും നടത്തിയിരുന്നു. നാടോടി ചരിത്രമനുസരിച്ച് ആദ്യത്തെ അത്തച്ചമയ ഘോഷയാത്ര കൊച്ചി മഹാരാജാവ് തൃക്കാക്കരയിൽ നടത്തി. ഇടപ്പള്ളി ഭരിച്ചിരുന്ന രാജാവ് തൃക്കാക്കര ക്ഷേത്രം ഏറ്റെടുത്തതോടെ ഈ ആചാരം നിലച്ചു. കൊച്ചി മഹാരാജാവ് സാമൂതിരിമാരിൽ നിന്നും വന്നേരി ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ കലാപത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് അത്തച്ചമയ പരേഡ് നടത്തിയതെന്ന് മറ്റൊരു നാടോടി കഥ പറയുന്നു. എന്നാൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം രാജാവ് ഒരിക്കലും കിരീടം ധരിച്ചിരുന്നില്ല. പിന്നീടുള്ള ഘോഷയാത്രകളിൽ കുലശേഖര കിരീടം തൻ്റെ മടിയിൽ വെച്ചു. കൊച്ചിക്കും വടക്കൻ മേഖലയ്ക്കും ഇടയിലുള്ള കൊച്ചി യുദ്ധത്തിൽ വിജയിച്ചതിൻ്റെ ബഹുമാനാർത്ഥം കൊച്ചി രാജാവ് തൻ്റെ സൈനിക ശക്തി പ്രകടിപ്പിച്ചതായി മറ്റൊരു ചരിത്ര വിവരണം അവകാശപ്പെടുന്നു. എല്ലാ ഓണത്തിലും നടക്കുന്ന അത്തച്ചമയ പരേഡ് പഴയ കാലഘട്ടങ്ങളുടെ ഓർമ്മകൾ ഉണർത്തുകയും മതപരമായ ഐക്യത്തിൻ്റെ പ്രതീകവുമാണ്.